എന്താ കാര്യം എന്നറിയാമോ? വിഷയം വെച്ചോ, പക്ഷെ അത് നിങ്ങൾ ചോദിച്ചുകൊണ്ട് നടക്കരുത്. എനിക്ക് ജോലിയില്ലല്ലോ, എനിക്ക് കല്യാണം ഇല്ലല്ലോ, എൻ്റെ ചിട്ടി വീണില്ലല്ലോ, എൻ്റെ ലോൺ പാസ്സായില്ലല്ലോ, വിഷയം ചോദിച്ചുകൊണ്ട് നടക്കരുത്. അതായത് 2 പുതുക്ക് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ വിഷയം വിട്ടുകളയണം. പിന്നെ എന്ത് വിഷയം എടുക്കണം? വിട്ടുകളയല്ല, നിങ്ങൾ എടുക്കേണ്ട വിഷയമുണ്ട്. എടുക്കേണ്ട വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രസൻസ് ഓഫ് ഗോഡാണ്. കർത്താവേ, നിൻ്റെ ആനുകൂല്യങ്ങളും അനുഗ്രഹമല്ല, നീയാണ് എനിക്ക് വേണ്ടത്, വിലപ്പെട്ടവൻ. പറഞ്ഞ മനസ്സിലായില്ലേ? നമ്മുടെ കാര്യം ഈ നൊവേന ദിവ്യകാരുണ്യ ആരാധനയിൽ ഇവിടെ കൂടുമ്പോഴല്ലേ സാന്നിധ്യമുള്ളൂ. ദിവ്യകാരുണ്യ ആരാധന വെക്കുമ്പോഴേ ആ ആരാധന നടക്കുന്ന സമയത്താണ് അതിൻ്റെ സാന്നിധ്യം നമുക്ക് സംലഭ്യമാക്കണത്. അത് കഴിയുമ്പോൾ കുർബാന അടക്കം ചെയ്യും. പക്ഷേ ഉടമ്പടിയെ സംബന്ധിച്ചിടത്തോളം ഈ സാന്നിധ്യം ദേവാലയത്തിൻ്റെ പുറത്തേക്ക് പോകും. പറഞ്ഞ മനസ്സിലായില്ലേ? ഈ വ്യത്യാസമുണ്ട്. ഈ വ്യത്യാസം മനസ്സിലാക്കണം. നിങ്ങൾ പുതുക്കി കഴിയുമ്പോൾ ഉടനെ എൻ്റെ ജോലി, എൻ്റെ വീട്, എൻ്റെ വിവാഹം എന്ന് പറഞ്ഞ് ഇപ്പോഴും നിങ്ങൾ ആ വിഷയത്തിൻ്റെ അടിസ്ഥാനം മാറ്റിയിട്ട് നിങ്ങളുടെ വിഷയം, എൻ്റെ വിഷയമേ കർത്താവേ നീയാണെന്ന് പറയണം. എന്താണ്? കാരണം ഉടമ്പടിയുടെ പ്രധാനപ്പെട്ട ദൈവത്തിൻ്റെ നിയോഗം എന്താണ്? പ്രസൻസാണ്. മറ്റ് ജപമാലയിൽ നിന്ന്, നൊവേനയിൽ നിന്ന്, പള്ളികളിൽ നടക്കുന്ന ആരാധനകളിൽ നിന്ന് ഉടമ്പടിയെ വ്യത്യസ്തമാക്കുന്നത് ഈ പ്രസൻസാണ്. പ്രസൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവസാന്നിധ്യം. ഉടമ്പടി ചെയ്യുമ്പോൾ ആദ്യമായിട്ട് എബ്രഹാത്തിനോട് ചെയ്തപ്പോഴും, അതുപോലെ തന്നെ മോസസിനോട് ചെയ്യുമ്പോഴും, ജോഷുവയോട് ചെയ്യുമ്പോഴും ദൈവം പറയണത് ഈ സാന്നിധ്യമാണ്. എന്താണ്? ഐ വിൽ ബി വിത്ത് യു വേറെവർ യു ഗോ, ഐ വിൽ കം വിത്ത് യു. എവിടെ നീ പോയാലും ഞാൻ നിൻ്റെ കൂടെ വരും. അപ്പോൾ ഉൽപ്പത്തി 33:14 ജോഷുവ 9:1. അതെല്ലാം ഇതെല്ലാം സാന്നിധ്യത്തിൻ്റെതാണ്. ഈ സാന്നിധ്യം ഉടമ്പടിയിലുള്ള ഈ വാഗ്ദാനം ചെയ്തിരിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം ഏറ്റവും കൂടുതൽ അനുഭവിക്കണത് ഇക്കാലത്ത് മനുഷ്യർ അനുഭവിക്കുന്നത് മരിയൻ ഉടമ്പടിയിൽ നിന്നാണ്. അങ്ങനെയാണ് ഈ സഞ്ചാരി മാതാവൊക്കെ വന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സാക്ഷ്യമുണ്ടായി. ജയമോള് തെരേസാ സുനിൽ മണർകാട് പാലക്കാട് മണർകാടിൽ നിന്ന് തെരേസാ സുനിൽ എന്നും പറഞ്ഞൊരു മോള് സാക്ഷ്യമായി. അപ്പോൾ ഇവളെ പല കാലങ്ങളിൽ ഉടമ്പടി എടുക്കണം, ഉടമ്പടിക്ക് പോകണം എന്നൊക്കെ പറഞ്ഞ് ഇവൾ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്. പക്ഷേ ഒറ്റയ്ക്ക് ഈ പാലക്കാട് മണർകാട് നിന്ന് അവിടെ നിന്ന് ആരാ വരുന്നതെന്നൊന്നും അറിയാൻ പാടില്ലല്ലോ. ഇപ്പോൾ അവിടെ നിന്ന് 10 പേര് വരുന്നുണ്ടെങ്കിൽ 10 സ്ഥലത്തു നിന്നല്ലേ വരണത്. മണർകാട് തന്നെ പല സ്ഥലത്തു നിന്നല്ലേ ആൾക്കാർ വരുന്നത്. അപ്പോൾ അവർക്ക് തമ്മിൽ അറിയത്തില്ല എങ്ങനെ. അപ്പോൾ ഞാനെങ്ങനെ ഒറ്റയ്ക്ക് പോകും ആലപ്പുഴ, ഞാനെങ്ങനെ ഉടമ്പടി എടുക്കും, ഉടമ്പടി എടുത്താൽ എൻ്റെ പ്രശ്നം തീരും എന്നിവർ മനസ്സിൽ പറയുന്നുണ്ട്. പണ്ട് രക്തസ്രാവക്കാരോഗി പറഞ്ഞ പോലെ മനുഷ്യൻ പറയണേ, അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പിലെങ്കിലും സ്പർശിച്ചാൽ ഞാൻ സൗഖ്യം പ്രാപിക്കുമെന്ന് അവൾ ഉള്ളിൽ കരുതിയിരുന്നെന്ന് പറയത്തില്ലേ. ഈ ഉള്ളിൽ കരുതിയ ആൾക്കാർ ഇന്നുമുണ്ട്. ഈ തെരേസാ സുനിലെ മണ്ണക്കാട് പാലക്കാട് ഈ വിഷയമാണ്. അതായത് അവളുടെ പ്രശ്നം എന്താ? പട്ടയം കിട്ടണില്ല, അതാണ് പ്രശ്നം. പട്ടയം പുരയിടത്തിന് 10-40 സെൻറ്റ് ജീവിക്കാൻ ഭൂമിയുണ്ട്, ഈ ജീവനാംശത്തിന് പട്ടയമില്ല, അതാണ് പ്രശ്നം. അതിന് ഭയങ്കര കുരുക്കുകളും വേറെ ആൾക്കാരുടെ തർക്കങ്ങളും വേറെ ആൾക്കാരുടെ ബെൻഡ് വെപ്പും കൊണ്ട് വർഷങ്ങളായിട്ട് പട്ടയമില്ല. അതുകൊണ്ട് ഉടക്കാനും തുളക്കാനും പറ്റത്തില്ല, ലോൺ എടുക്കാൻ പറ്റത്തില്ല, ഈട് വെക്കാൻ പറ്റത്തില്ല, ഇങ്ങനെ പൊറുക്കണമെന്ന് മാത്രം. വീട് പോലും മര്യാദയ്ക്ക് റിപ്പയർ ചെയ്യാൻ പറ്റത്തില്ല, കാര്യം പറ്റിച്ചിട്ട് ചോദിക്കും. നമ്മൾ വീട് റിപ്പയർ ചെയ്യാൻ ചെല്ലുമ്പോഴും അതിൻ്റെ നമ്പർ ഇടാൻ ചെല്ലുമ്പോഴും പറ്റിച്ചിട്ട് ചോദിക്കും. അപ്പം നിന്നുറഞ്ഞു പോണ ഒരു ജീവിതമാണ്. അപ്പം പട്ടയം കിട്ടുന്നത് നമുക്ക് നിസ്സാരമാണ്, അത് അനുഭവിക്കുന്നവർക്കറിയാം. നിന്നുറഞ്ഞു പോണ ജീവിതമാണ്. അപ്പോൾ ഈ തെരേസാ സുനിൻ്റെ മനസ്സിലുണ്ട്, ആലപ്പുഴ പോയാൽ അമ്മയുടെ ഉടമ്പടി ചെയ്താൽ രക്ഷപ്പെടും. പക്ഷെ ഞാനെങ്ങനെ പോകും? അതാണ് അവൾ വിചാരിക്കുന്നത്. എനിക്കറിയത്തില്ല ആരാണ് പോണത്. ആലപ്പുഴ ഒന്നും വന്നിട്ടില്ല, എറണാകുളത്ത് പോലും വന്നിട്ടില്ല. പാലക്കാട് നിന്ന് വരണവേ. ഞാൻ ഈ സൈലൻറ്റ് വാലിലൊക്കെ 2 പ്രാവശ്യം പോയത് കാരണം എനിക്കിത് സ്ഥലങ്ങളൊക്കെ കൃത്യമായിട്ട് അറിയാം. അതുപോലെ നമ്മൾ ഇപ്പോൾ സെഹ്യോനിൽ പോകുമ്പോഴും മണ്ണക്കാട് വഴിയല്ലേ ചിലർ പോകണത്. അപ്പോൾ സ്ഥലം അറിയാം. പക്ഷേ അവിടുന്ന് ആ ഇടഗ്രാമങ്ങളിൽ നിന്ന് നമ്മൾ വരികയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ വരികയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് വരിക പാടാണ്. അപ്പോൾ ഇവളിങ്ങനെ സങ്കടപ്പെടും, മാതാവേ
ഞാൻ എങ്ങനെ വരും? ആരെങ്കിലും എന്നെ കൂട്ടുകൊണ്ട് പോയിച്ചെങ്കിൽ, ഇവിടെ വരണ ആരെങ്കിലും കണ്ടേച്ചെങ്കിൽ, എങ്കിലും കാശൊക്കെ വേണ്ടേ? ഇവിടെ വന്ന് പോകണമെന്ന് വെച്ചാൽ 10,800 രൂപയെങ്കിലും വേണ്ടേ എന്ന് വിചാരിച്ച് എങ്ങനെ ഇരിക്കുക, മടുത്തും മടിഞ്ഞുമൊക്കെ ഇരിക്കണ സമയത്ത് ഒരു ദിവസം ഒരു ചാരമേഘം ഇവളുടെ മുറിയിലോട്ട് കയറി വരും. അപ്പോൾ ഇവിടെ ആകെപ്പാട് തണുത്തു പോകും. ഒരു ചാരമേഘം ഇങ്ങനെ കയറി വരും അവളുടെ മുറിയിലോട്ട്. ഉടനെ ഇവളങ്ങ് തണുത്തു പോകും. അതോടുകൂടി ഇവൾ വിളിച്ച് കൂട്ടുകാരത്തെ വിളിക്കും, എടി ഒരു ചാരമേഘം വന്നു എന്നെ തണുപ്പിച്ചെന്ന് പറയും. ഉടനെ കൂട്ടുകാരത്തി പറയും, എടി അത് കൃപാസനം മാതാവാണ്, നീ പോയി ഉടമ്പടി ചെയ്യ്, നിൻ്റെ പട്ടയത്തിൻ്റെ കാര്യം അമ്മ ചെയ്തു തരുമെന്ന് പറയും. ഇത് അവൾക്ക്, ഈ കൂട്ടുകാരത്തിക്ക് ഇതിനെക്കുറിച്ച് കൂട്ടുകാരത്തിലെ ബന്ധുവാണ്, ബന്ധുവിന് ഇതിനെക്കുറിച്ച് കേട്ടപ്പോൾ തന്നെ അഭിഷേകമായി. അതുകൊണ്ടാണ് പിറ്റേ ദിവസം അവളെ കാറെടുത്തുകൊണ്ട് വന്ന് ഇവളെ പിക്കപ്പ് ചെയ്ത് നേരെ ഇവിടെ കൊണ്ടുവന്ന് ഉടമ്പടി ചെയ്ത് ഒരാഴ്ചക്കുള്ളിൽ അമ്മ പട്ടയം എഴുതി കൈ കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കൈയിടിച്ച് പരമദിവ്യകാരുണ്യത്തിന് ഈ സഭ ഉണ്ടായിട്ട് കേൾക്കാത്ത കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവിടെ സാക്ഷി യൂട്യൂബിൽ കിടപ്പുണ്ട്, നോക്കിയാൽ മതി. നമ്മൾക്ക് അതായത് വേറെ ഒരു ലെവലാണ് ഈ സംഭവം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ കുറച്ച് വൃത്തിയായിട്ട് ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒക്കുക എന്ന് പറഞ്ഞ് ചില ആൾക്കാർ പിടിച്ചു വെച്ചാണ്, വിട്ടുകൊടുക്കാതെയാണ് ഉടമ്പടി എടുക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ലാഗ് ചെയ്യണത്. ചിലക്ക് താമസിക്കുന്നില്ലേ? ഇപ്പോൾ പല കാര്യങ്ങളും വിട്ടുകൊടുക്കാതെയാണ് ചെയ്യണത്. ഇപ്പോൾ പറഞ്ഞു, ഇപ്പോൾ ഒരു മോള് അവളുടെ 3 മൊഡ്യൂൾസ് പോയപ്പോൾ ഉടമ്പടി ചെയ്ത് കഴിഞ്ഞപ്പോൾ എല്ലാം കിട്ടുമെന്ന് വിചാരിച്ചു. പക്ഷേ ഒരു മൊഡ്യൂൾ പോയി. അപ്പോൾ അവളെന്താ ചെയ്തിരിക്കണത്? അവൾ നേരെ പാലായിൽ നിങ്ങോട്ട് വന്നിട്ട് 5 കെട്ട് പടത്തടം മേടിച്ചുകൊണ്ട് പോയി. മനസ്സിലായില്ലേ? അതാണ് വിഷയം. അങ്ങനെ രീതി മാറ്റിക്കളഞ്ഞു. രീതി മാറ്റിയിട്ട് 2-3 ഗവൺമെൻറ് ആശുപത്രി പോയി രോഗികളെല്ലാം കണ്ട്. എന്താ സംഭവം വെച്ച് കഴിഞ്ഞാൽ, ദൈവം ഒന്ന് തോപ്പിക്കുമ്പോൾ നമ്മൾ അതിന് പൂർവാധികം ശക്തി പ്രാപിച്ചുകൊണ്ട് നമ്മുടെ വിശ്വാസവും വിശ്വസ്തതയും അങ്ങോട്ട് പ്രകടിപ്പിച്ച് കഴിയുമ്പോൾ ദൈവത്തിൻ്റെ ഒരു ഗുണം എന്താ? ദൈവം വിശ്വസ്തനല്ലേ. അപ്പോൾ നീ വിശ്വസ്തത കാണിച്ചാൽ പിന്നെ ദൈവം പിന്നെ അവിടെ ഒന്നും വർക്ക് ചെയ്യത്തില്ല. കാര്യം നീ അത് ഇപ്പോൾ കണക്ക് സാധനം പോലെ നിൻ്റെ കണക്കും വഴിയും ശരിയാണെങ്കിൽ ഫുൾ മാർക്ക് കിട്ടും. ദൈവത്തിൻ്റെ രീതി അതാണ്. ഇപ്പം നമ്മൾ എക്കണോമിക്സ് അല്ലെങ്കിൽ ഹിസ്റ്ററി എത്ര എഴുതിയാലും നമുക്ക് 100 മാർക്കിൻ്റെ, അപ്പം 20 മാർക്കിൻ്റെ ചോദ്യം ഹിസ്റ്ററിയാണ് നമ്മൾ എഴുതണമെങ്കിൽ, അല്ലെങ്കിൽ മലയാളമാണ് എഴുതണമെന്നുണ്ടെങ്കിൽ സാറ് നമുക്ക് 20 മാർക്കിൻ്റെ ചോദ്യത്തിന് 20 മാർക്കും തരത്തില്ല. അവർ 18 മാർക്ക് തരും മാക്സിമം. 2 മാർക്ക് വല്ല തെറ്റും ഉണ്ടാകുന്ന അവർ സ്വയം ഗണിക്കും. ഒരു തെറ്റും ഉണ്ടാകത്തില്ലേ അവർ. പക്ഷേ ഈ സ്വയം ഗണിതം കണക്കിലില്ല. കണക്ക് വഴിയും സത്യം ഉത്തരം കറക്റ്റാണെങ്കിൽ അതിൻ്റെ 20 മാർക്കും കിട്ടും. ദൈവം ഈ കണക്കിൻ്റെ ആളാണ്. എന്ന് വെച്ചാൽ നീ വിശ്വസ്തതയാണ് കാണിച്ചിരിക്കണമെന്നുണ്ടെങ്കിൽ ദൈവത്തിന് വിശ്വസ്ത വെള്ളം ചേർക്കത്തില്ല, അതിനോട് ഇരട്ടി നിനക്ക് കാണിച്ചു തരും. 3ാമത്തെ പുതുക്കിലേക്കാണ് നിങ്ങൾ വന്നിരിക്കണമെങ്കിൽ വിഷയം വിട്ട് കളയണം. പിടിയാ, ഇനി വിഷയം കൊണ്ടിരിക്കരുത്. വിഷയം എഴുതണമേ, വിഷയം എഴുതാതിരിക്കരുത്. പക്ഷെ നിങ്ങളെ തലയെ കൊണ്ട് നടക്കരുത്. നിങ്ങൾ തലയെ കൊണ്ട് നടക്കേണ്ടത് എന്താണ്? കർത്താവേ, നിൻ്റെ സാന്നിധ്യത്താൽ എന്നെ അഭിഷേകം ചെയ്യണമേ. കാര്യം ഉടമ്പടി പോലെ സാന്നിധ്യത്തെ വാഗ്ദാനം ചെയ്യുന്ന മറ്റൊരു പ്രാർത്ഥനയില്ല. കാരണം നീ ചെയ്യണ എല്ലാ കാര്യങ്ങളും കർത്താവിൻ്റെ സാന്നിധ്യം ഉറപ്പുവരുത്തുന്നതാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ സാന്നിധ്യം എന്ന് പറഞ്ഞില്ലേ, സാന്നിധ്യം എന്ന് പറയണത്, ഉടമ്പടി സാന്നിധ്യം എന്ന് പറയണത് അതിനകത്തെ പ്രകടനപരതയെക്കുറിച്ചാണ് ഞാൻ സംസാരിച്ചത്. സാന്നിധ്യം 2 തരമുണ്ട്. അലൗകികമായ സാന്നിധ്യമുണ്ട്, അല്ലേ? പരിശുദ്ധ കുർബാന നമ്മൾ സ്വീകരിക്കുമ്പോൾ വിശുദ്ധിയോടെ സ്വീകരിക്കുന്ന വ്യക്തികളിൽ കർത്താവിൻ്റെ പ്രത്യേക സാന്നിധ്യമുണ്ട്. പക്ഷേ അടയാളം കാണണമെന്ന് നിർബന്ധമില്ല. ഉടമ്പടിയിലുള്ളത് വെച്ചാൽ അടയാളം കാണും. ഇപ്പോൾ സഞ്ചാരി മാതാവ് വെന്റിലേറ്റർ വന്നെന്നൊക്കെ പറയണില്ലേ, അത് അടയാളമാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരാൾ വെന്റിലേറ്ററിലാണ്. ആ സാക്ഷ്യം കേട്ടത് നിങ്ങൾ കണ്ടു കാണുമോ അല്ലേ? വെന്റിലേറ്ററിലാണ്. അയാൾക്ക് നമ്മുടെ കൃപാസനത്തെക്കുറിച്ച് മാതാവിനെക്കുറിച്ചോ ഒന്നും അറിയത്തില്ല. അയാൾ വെന്റിലേറ്ററിലാണ്. ബ്രെയിൻ ഡെത്തിനോട് അടുത്ത് നിൽക്കണ അയാൾ.
പക്ഷേ അയാളുടെ അവബോധ മനസ്സിൽ ഒരു ചാരക്കള്ള രൂപം തെളിഞ്ഞു വരും. അതായത് കാര്യം അയാളുടെ വൈഫ് ഓൺലൈൻ ഉടമ്പടി എടുത്തിരിക്കുകയാണ്. വൈഫ് ഓൺലൈൻ ഉടമ്പടി എടുത്ത് കഴിയുമ്പോൾ കാര്യം ഹസ്ബൻഡ് എങ്ങനെ ഈ ഒരു അവസ്ഥയിലായി, ഐസിയിലായിപ്പോയി, വെന്റിലേറ്ററായി, ബോധമില്ല. പക്ഷേ ഈ ഓൺലൈൻ ഉടമ്പടി എടുക്കുന്നതോടുകൂടി വൈഫ് അത് കറക്റ്റായിട്ടാണ് നിറവേറുന്നത്. ഇപ്പോൾ ഓൺലൈൻ ഉടമ്പടി എന്ന് വെച്ചാൽ നേർച്ച വസ്തുക്കൾ കിട്ടത്തില്ലെന്നല്ലേ ഉള്ളൂ. ബാക്കി ഉടമ്പടിയുടെ എല്ലാ അനുഗ്രഹങ്ങളും അവർക്ക് കിട്ടുമല്ലോ. അത് വൃത്തിയായിട്ടാണ് അവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ. അപ്പോഴേ വൈഫ് ഉടമ്പടി എടുത്തപ്പോൾ സംഭവിച്ചതാണ്, ഇയാളുടെ ബോധ മനസ്സിൽ ഒരു ചാര നിറത്തിലുള്ള രൂപം പ്രത്യക്ഷപ്പെടും. കുറച്ച് കഴിയുമ്പോൾ ഇയാൾക്ക് ബോധം വരും. അതേ നേരം ബോധമില്ലാതെ കിടക്കുകയാണ്, വെന്റിലേറ്ററിലല്ല കിടക്കണത്. അതിനുശേഷം ഇയാളെ പിന്നെ അയാൾ പിക്കപ്പ് ചെയ്ത് വരികയാണ്. അപ്പോഴദ്ദേഹത്തിന് മാതാവിൻ്റെ പടം കാണിച്ചപ്പോഴാണ് അറിയണത് ഈ രൂപം ഇയാൾ മനസ്സിൽ നേരത്തെ കണ്ടതാണ്. പക്ഷേ ഈ രൂപത്തെക്കുറിച്ച് നേരത്തെ ഇയാൾക്ക് അറിയത്തില്ല. ഈ രൂപം കണ്ടപ്പോഴാണ് ഇത് കൃപാസനം മാതാവാണല്ലോ എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞത്. അതായത് ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു സഞ്ചാരം എന്ന് പറയണത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ മാതാവ്, ഇപ്പം ഞാൻ എപ്പോഴും നിങ്ങൾ പറയും 2004 ഡിസംബർ 7-ാം തീയതി പ്രത്യക്ഷപ്പെടുമ്പോൾ ദുരന്തമുണ്ടാകാൻ പോകണം, പ്രാർത്ഥിക്കണമെന്നാണ് പറഞ്ഞത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഉടമ്പടി നമുക്ക് ദൈവം തന്നത്. അപ്പം അതുകൊണ്ട് എപ്പോഴും എൻ്റെ മക്കൾ സംഭവിക്കുന്നത് ദൈവത്തിൻ്റെ കൂടെ ഒരു ആവശ്യമാണ് നിങ്ങൾക്ക് അടയാളങ്ങൾ കിട്ടുക എന്നത്. അടയാളം കിട്ടിയാൽ മാത്രമേ സഭ ഇതിനെക്കുറിച്ച് പഠിക്കാൻ തുടങ്ങത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അടയാളങ്ങൾ ഇനിയും ഉണ്ടാവും. അടയാളങ്ങൾ അമ്മ ആഗ്രഹിക്കുന്നൊരു കൃപാവര പദ്ധതി കൃപാസനത്തിലും ഞങ്ങളുടെ കുടുംബത്തിലും നിറവേറണമേ എന്ന് 2015 കിട്ടിയ മധ്യസ്ഥ പ്രാർത്ഥനയുടെ അവസാനമാണ് മാതാവ് അമ്മ ആഗ്രഹിക്കുന്ന കൃപാവര പദ്ധതിയായിട്ട് ഉടമ്പടി തരണത്. ഉടമ്പടി അന്ന് മുതൽ ഇങ്ങോട്ട് നമ്മൾ ഇന്ന് വരെ കാണാത്ത അടയാളങ്ങളിലൂടെയുള്ള ഒരു ആത്മീയ മുന്നേറ്റമാണ് നടക്കുന്നത്. അപ്പം അതുകൊണ്ട് എൻ്റെ മക്കൾ ദൈവമായിട്ട് നമുക്ക് ഇത്ര കണ്ണ് കാണെ കൈയെ കൈ കൊടുക്കാവുന്ന ഒരു റിലേഷനിലേക്ക് നമ്മൾ എത്തുകയാണ്. ഈ ഒരു ബോധം ഈ ഉടമ്പടി ചിലർക്ക് 1-ാം ഉടമ്പടി എടുക്കുമ്പോൾ തന്നെ ഉണ്ടാകും, ചിലർക്ക് 2-ാം ഉടമ്പടി എടുക്കുമ്പോഴായിരിക്കും ഉണ്ടാകുന്നത് പുതുക്കുമ്പോൾ, ചിലർക്ക് 3-ാം ഉടമ്പടി എടുക്കുമ്പോഴായിരിക്കും അവർക്ക് തിരിച്ചറിവ് വരണത്. ഞാനിങ്ങനെ പ്രസംഗിക്കുന്നത് നിങ്ങൾക്ക് ആദ്യമേ തിരിച്ചറിവ് വരാൻ വേണ്ടിയാണ്. പ്രാർത്ഥിക്കുക, കർത്താവ് ദൈവമേ ഉടമ്പടി എടുക്കുന്ന എല്ലാവർക്കും ഉടമ്പടിയുടെ ആഴങ്ങളിലുള്ള ആത്മബന്ധത്തിന് വേണ്ടിയുള്ള ദൈവത്തിന്റെ അഭിവാഞ്ചയെ അനുഭവിച്ചറിയുവാൻ അതനുസരിച്ചുകൊണ്ട് സ്വയം സമർപ്പിതരാകുവാൻ പ്രത്യേക അഭിഷേകം നൽകണമേ. ഒരേ രീതിയിലുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും ഗുണം ചെയ്യുന്ന 2 സാക്ഷ്യങ്ങളെ കൂടി പെട്ടെന്ന് പറഞ്ഞ് ശുശ്രൂഷയിലേക്ക് ആശീർവാദത്തിലേക്കും രോഗസൗഖ്യ പ്രാർത്ഥനയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഒരേ രീതിയിലുള്ള സാക്ഷ്യം എന്ന് പറയണതേ, ചില സമയത്ത് നമുക്ക് അച്ഛൻ മുമ്പ് പറഞ്ഞില്ലേ, ആരെല്ലാം ഉണ്ടെന്ന് പറഞ്ഞാലും ആരും വർക്കൗട്ട് ചെയ്യാത്ത ഒരു സമയമുണ്ടാവും. നമുക്ക് ബന്ധുക്കളുണ്ട്, സ്വന്തപ്പെട്ടവരുണ്ട്, സഹപ്രവർത്തകരുണ്ട്, സംഘടനയുണ്ട്, പാർട്ടിയുണ്ട്, പള്ളിയുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇതൊന്നും വർക്ക് ചെയ്യാത്ത സമയമുണ്ടാവും. സമയം ഉണ്ടാകുമെന്നല്ല, ഉണ്ടാകണമെന്നുള്ളതാണ് അച്ഛൻ്റെ അനുഭവം. അച്ഛൻ്റെ അനുഭവം മാത്രമല്ല, പല ആൾക്കാരുടെ അനുഭവം. അത് ദൈവാനുഭവത്തിൻ്റെ ഏറ്റവും നല്ല കാലാവസ്ഥയിലൂടെ പോകുന്നത് അനുഭവിക്കുന്ന ഡിസോൺമെൻറ്റാണ്. അതായത് അവർ ഡിസോൺ ചെയ്ത് കളയും, അല്ലെങ്കിൽ അവർ നമുക്ക് വേണ്ടി ചെയ്യണ കാര്യമൊന്നും ഏക്കത്തില്ല. അവരവിടെ റെക്കമെൻഡ് ചെയ്യുക, ഇവിടെ റെക്കമെൻഡ് ചെയ്യുക, അവിടെ വിളിച്ച് പറയുക, ഇവിടെ വിളിച്ച് പറയുക, ഞാൻ കൂടെ വരാമെന്നൊക്കെ പറഞ്ഞില്ലേ. പക്ഷേ എങ്ങനെ കൂടെ വന്നാലും ഏക്കത്തില്ല. ഇപ്പോൾ ഇതേ പറയും ബാങ്ക് ലോൺ തരണില്ല എന്ന് പറയുമ്പോൾ ഞാൻ കൂടെ വന്ന് പറയാം എന്ന് പറയുമ്പോൾ കൂടെ വന്നാലും ചിലപ്പോൾ മാനേജർ ഇയാൾക്ക് പരിചയമുള്ള മാനേജർ അവിടെ നിന്ന് മാറിപ്പോയി കാണും. അപ്പോൾ ഇങ്ങനെ കൊണ്ടുപോകുന്നതുകൊണ്ടും നടക്കത്തില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ ജീവിതത്തിൻ്റെ ഭാഗമാകും.
എങ്ങനെ? എല്ലാവരും ഉണ്ട്, വാട്ടർ എവരിവെയർ വാട്ടർ എന്ന് പറയത്തില്ല, എല്ലായിടത്തും വെള്ളം, പക്ഷെ കുടിക്കാൻ വെള്ളമില്ലെന്ന് പറഞ്ഞ പോലെ എല്ലാവരും ഉണ്ട് നമുക്ക്, പക്ഷെ ആരെയും നമുക്ക് പ്രയോജനപ്പെടുത്തില്ല. ഇതാണ് ജീവിതത്തിലെ ദൈവാനുഭവത്തിൻ്റെ ഏറ്റവും നല്ലൊരു സമയം. ഇത് വിവേചിച്ച് അതിങ്ങനൊരു സിറ്റുവേഷൻസിലേക്ക് എല്ലാവരും തന്നെ നിർത്തപ്പെടും. ഈ ഒരു സാഹചര്യത്തിൽ എല്ലാവരും നിർത്തപ്പെടുമെന്നല്ല, നിങ്ങൾ ആ സാഹചര്യത്തിൽ വരും. അതായത് ദൈവം മാറി നിൽക്കുന്നയോ ദൈവത്തെ മാറ്റി നിർത്തപ്പെടുകയോ ചെയ്യണ സാഹചര്യം ആണെന്നറിയാവോ? നിങ്ങളുടെ അറ്റാച്ച്മെൻറ്റും എൻഗേജ്മെൻറ്റുമാണ്. രണ്ട് വാക്കാണ്, അപകടകരമായ രണ്ട് വിഷമാണ് ഈ സംഭവം. ഒന്ന് സൈനൈഡ് പോലെ വിഷമാണ് എൻഗേജ്മെൻറ്റ് സൈനൈഡ് പോലെ വിഷമാണ്. അതുപോലെ നിങ്ങളുടെ അറ്റാച്ച്മെൻറ്റ് എന്ന് വെച്ചാൽ നിങ്ങൾ ഒരു ദിവസം അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻവോൾവ്മെൻറ്റ്, നിങ്ങളുടെ ഇടപഴകൽ ഏറ്റവും കൂടുതൽ വ്യക്തി ആരോടാണ്? ആ വ്യക്തിയാണ് നിങ്ങളുടെ ദൈവം. ക്ലിയർ? പിന്നെ ദൈവത്തിൻ്റെ അവിടെ ആവശ്യമില്ല, സ്പേസ് ഇല്ല. പല ആൾക്കാർക്കും വന്നിരിക്കുന്നത് ആധ്യാത്മിക അപകടം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ കസേര വലിക്കണ പരിപാടിയാണ്. ദൈവത്തിൻ്റെ കസേര വലിച്ചു കളയും, ദൈവം ഇരിക്കാനുള്ള കസേര വലിക്കും. എന്താ കാര്യം? അതെന്ത് സംഭവിച്ചാൽ ദൈവം ആർക്ക് നിങ്ങൾ അമിത പ്രാധാന്യം കൊടുത്താൽ അയാൾ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ ദൈവമായിട്ട് വർക്കൗട്ട് ചെയ്യും. അതോടുകൂടി തന്നെ സത്യദൈവത്തിൻ്റെ സാന്നിധ്യം നിങ്ങൾക്ക് സംലഭ്യമല്ലാതെ വരും. നിങ്ങൾ ഉടമ്പടി എടുത്താലും അറ്റാച്ച്മെൻറ്റും എൻഗേജും ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഉടമ്പടിയുടെ ഫലം ചെയ്യത്തില്ല. അറ്റാച്ച്മെൻ്റ് എന്ന് പറയുന്നത് ആരോട് നിങ്ങൾ ഒട്ടി നിൽക്കുന്നു, എന്തിനോട് നിങ്ങൾ ഒട്ടി നിൽക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരമ്മ സാക്ഷ്യം പറഞ്ഞ എന്താണ്? ഞാൻ ഉടമ്പടി ചെയ്തപ്പോൾ തന്നെ എൻ്റെ മകൻ്റെ പബ്ജി കളി കർത്താവ് അവസാനിപ്പിച്ചെന്ന്. അതാണ്. അപ്പോൾ ആ മേഖലയിൽ ആ വീടിന് അവന് അറ്റാച്ച്മെൻറ്റാണ് അതിൻ്റെ അകത്ത് അവന് അറ്റാച്ച്മെൻറ്റ് തന്നെയല്ല. ഇപ്പോൾ വേറെ ബിന്ദു ഈ ദിവസം ഈ ആലപ്പുഴ എന്നൊരു സാക്ഷ്യം ഉണ്ടായി കഴിഞ്ഞ ദിവസങ്ങളിൽ. അതായത് പേരെന്താ അവരുടെ? ടിൻറ്റു പൊങ്കാവ് ആലപ്പുഴ. അവരുടെ സാക്ഷ്യം എന്ന് പറയണത് അതിങ്ങനെ ശ്രദ്ധിക്കണം. കാര്യം അവർ അക്ഷയയിലേക്ക് പോവുകയും, ഇപ്പം നമ്മൾ കുറേ സർട്ടിഫിക്കറ്റ് അക്ഷയല്ലേ. അപ്പോൾ അവിടെ കൊച്ചിനെയും വെച്ചുകൊണ്ട് സൈക്കിളിൻ്റെ ബാക്കിൽ കുട്ടിയെയും വെച്ചുകൊണ്ട് അക്ഷയയിലേക്ക് പോവുകയാണ്. അക്ഷയയിലേക്ക് പോയി സൈക്കിള് ചവിട്ടി അവിടെ എത്തണ സമയത്ത് കാല് ഈ മസിൽ വെട്ടിക്കയറി. മസിൽ വെട്ടിക്കയറിയോടുകൂടി നമുക്കറിയാമല്ലേ, സൈക്കിൾ ചവിട്ടുന്ന ആളിൻ്റെ മസിൽ വെട്ടിക്കയറിയ നീന്തണ ആളിൻ്റെ മസിൽ വെട്ടിക്കയറിയാണെങ്കിൽ അയാൾ അപ്പം തന്നെ മുങ്ങിച്ചത്തു പോകും. പല നീന്തൽ താരങ്ങൾക്കും പറഞ്ഞാൽ അങ്ങനെയാണ്. അപ്പോഴേ അതുകൊണ്ടാണ് അവർ നിരന്തരം എക്സർസൈസ് ചെയ്തുകൊണ്ടിരിക്കണമെന്ന് പറഞ്ഞതിൻ്റെ കാരണം. അല്ല, ഒരിക്കലും നീന്തി എക്സസൈസ് പോയി കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ഇഷ്യൂസ് ഉണ്ടാകും. അപ്പോൾ സൈക്കിള് ചവിട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മസിൽ വെട്ടിക്കൊണ്ടിരുന്ന സ്റ്റിഫായി പോയില്ലേ. അപ്പോൾ കൊച്ച് തെറിച്ച് റോഡേ വീണ്, ബാക്കിലിരുന്ന കൊച്ച് നിരച്ചറിയ സമയത്ത് തെറിച്ച് റോഡേ വീണിട്ട് ഇവൾക്കാണെങ്കിൽ മസിൽ വെട്ടിപ്പിടിച്ചിരിക്കുന്ന കാരണം സൈക്കിളിൽ നിന്ന് വിടാനും പറ്റില്ല. അവളുടെ ആ പടയുള്ള അവളുടെ ഒരു ഉറപ്പ് സൈക്കിളാണ്. സൈക്കിളിൽ നിന്ന് വിട്ടാൽ അവൾ തലച്ച് വീഴും, കൊച്ചിൻ്റെ വെത്ത അല്ലെങ്കിൽ അരച്ചലി വീഴും. അപ്പോൾ ഒരു സെക്കൻഡ് കൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയാമോ? കൊച്ചാണെങ്കിൽ നാഷണൽ ഹൈവേ വേണം, അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഇവർക്ക് ഒരു പിടിയില്ല. അപ്പോൾ അടുത്തൊരു കുട്ടി അവിടെ, വേറെ ഒരു പയ്യൻ അവിടെ ഇരിപ്പുണ്ട്, റോഡ് സൈഡിൽ. എന്തോ കയറിയിരിക്കണം, അറിയത്തില്ല, അവളങ്ങനെയാണ് സാക്ഷ്യം പറഞ്ഞിരിക്കണത്. അല്ല സ്റ്റെപ്പ് ആവല്ലോ ഉണ്ടാവുമായിരിക്കും അവിടെ, അല്ലെ കടത്തിണ്ണവല്ലോ ആയിരിക്കും. അവൻ എന്നാ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ ഈ കാഴ്ച കൊച്ചു റോഡേ കിടക്കണം കാണുന്നുണ്ട്, പക്ഷെ അവൻ മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവനിതുപോലെ പബ്ജി കളിച്ച അല്ലെങ്കിൽ വീഡിയോ ഗെയിമൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവനൊരു ഫീലിങ്ങും ഇല്ല. കൊച്ചു റോഡെ വണ്ടി ഇങ്ങനെ ഒട്ടോ നീളം വായന കാരണം കണ്ടിട്ട് ഈ കൊച്ചിനെ രക്ഷിക്കണം എന്നുള്ളൊരു മാനസികാവസ്ഥ ഒന്നും ആ മൊബൈൽ നോക്കിയിരിക്കുന്ന പയ്യനേ ഇല്ല. അവൾ ഇവിടെ എന്താ ചെയ്താൽ നോക്കുമ്പോൾ ഇവളിങ്ങനെ ദയനീയമായിട്ട് അക്ഷയയിലേക്ക് നോക്കും. അക്ഷയയിൽ നിറച്ച ആളുണ്ട്, പക്ഷെ ആരും വന്ന് ഈ കൊച്ചിനൊന്ന് എടുക്കണില്ല. പക്ഷെ നമുക്ക് സങ്കടം തോന്നി പോകും. അപ്പോൾ അവൾക്ക് തന്നെ നിരാശയും സങ്കടവും
അതായത് ഇവൾ മസിൽ വെട്ടിയതായിട്ട് കാര്യം ആൾക്കാരൊക്കെ നോക്കുമ്പോൾ ഇവൾ ഓക്കെ ആണല്ലോ. അതാണ് വിഷയം. എനിക്കങ്ങനെ തോന്നിയത്. ആൾക്കാർ നോക്കി മസിൽ വെട്ടിയ കാര്യം ആൾക്കാർക്ക് അറിയത്തില്ലല്ലോ, അനങ്ങാൻ പാടില്ലാത്ത ആൾക്കാർ നോക്കുമ്പോൾ കൊച്ചിൻ്റെ തള്ള തന്നെ കൊച്ചിനെ എടുത്തുള്ളതും ഞാൻ ഓരോരുത്തരെ കരുതിയിട്ട് ആരെ സഹായിക്കുന്നത്. തള്ളയാണെങ്കിൽ ആരോടും പറയാൻ പറ്റാത്ത അവസ്ഥയിൽ സ്റ്റക്കായിരിക്കണം, വണ്ടിയാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പാഞ്ഞുകൊണ്ടിരിക്കണം. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് കൂടി കുഞ്ഞ് നടന്ന് ഒരു കേടുമില്ലാതെ അമ്മയുടെ അടുത്തേക്ക് വരും. അപ്പോൾ ഇവൾ അറിയാതെ പറയണ കുറേ കാര്യങ്ങളുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ആ സമയത്ത് ഈ മസിൽ വെട്ടി സ്റ്റിഫായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ഇവൾ ചെയ്യണ കാര്യം കഴുത്തിൽ ഉടമ്പടി കാശുരുമുണ്ട്. അത് പിടിച്ച് കുഞ്ഞിനെ സംരക്ഷിക്കാൻ വേണ്ടി വിശ്വാസ പ്രമാണം ചെയ്തുകൊണ്ടിരിക്കും. അതാണ് സംഭവം. അതാണ് ആക്ടിവേഷൻ എന്ന് പറഞ്ഞാൽ അവിടുത്തെ. എന്നിട്ട് ഇതിൻ്റെ ഇടയ്ക്ക് കൂടി കുഞ്ഞ് നടന്ന് അമ്മയുടെ അടുത്തേക്ക് എത്തുമ്പോൾ സേഫാവും. പക്ഷേ ഇവൾ പറയുന്ന റെസ്പോൺസ് കുറേ സാക്ഷ്യത്തിൽ കിടക്കുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലോകത്ത് എല്ലാവരും ഉണ്ടാവും, പക്ഷേ ആരുമില്ലെങ്കിലും നമുക്ക് ദൈവം മാത്രം മതിയെന്ന് എനിക്ക് മനസ്സിലായെന്ന് കൈയിട്ടിച്ച് കർത്താവിനെ ഹല്ലേലൂയ.